കേരളത്തിൽ ഒഴിവരുന്ന രാജ്യസഭാ സീറ്റുകളിലേക്ക് മെയ് 2-നകം തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന ഹൈക്കോടതി ഉത്തരവ്. പുതിയ അംഗങ്ങൾക്കാണ് വോട്ട് ചെയ്യാൻ അവകാശമെന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദത്തെ തള്ളിയാണ് ഹൈക്കോടതിയുടെ നിർണായക വിധി. വിധി സ്വാഗതം ചെയ്ത CPM തെരഞ്ഞെടുപ്പ് കമ്മീഷനെ രൂക്ഷമായി വിമർശിച്ചു. ഏപ്രിൽ ആദ്യവാരം നടത്താനിരുന്ന തെരഞ്ഞെടുപ്പ് കേന്ദ്ര സർക്കാർ നിർദ്ദേശത്തെ തുടർന്ന് മാറ്റിവെച്ചതിനെതിരെ നിയമസഭാ സെക്രട്ടറിയും CPM നേതാവ് S. ശർമ്മയും നൽകിയ ഹർജികൾ അംഗീകരിച്ചാണ് ഹൈക്കോടതി ഉത്തരവ്. സംസ്ഥാനത്ത് പുതിയ സർക്കാർ രൂപീകരണത്തിനുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞെങ്കിലും നിലവിലെ സാമാജികർക്കാണ് ഇപ്പോഴുള്ള ഒഴിവുകളിലേക്ക് അംഗങ്ങളെ തെരഞ്ഞെടുക്കാൻ അവകാശമുള്ളത്. ഇത് നിഷേധിക്കുന്നത് സാമാജികരുടെ അവകാശങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റമാണെന്ന ഹർജിക്കാരുടെ വാദം കോടതി അംഗീകരിച്ചു. കേന്ദ്ര നിയമ മന്ത്രാലയത്തിന്റെ ശുപാർശയെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് മാറ്റിയതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയെ അറിയിച്ചിരുന്നു. രാജ്യസഭാ അംഗങ്ങളുടെ കാലാവധി തീരും മുമ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കുമെന്ന് അറിയിച്ചെങ്കിലും തീയതി വ്യക്തമാക്കിയിരുന്നില്ല. പുതിയ അംഗങ്ങൾ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നതാവും ജനഹിതം പ്രതിഫലിപ്പിക്കുകയെന്നും കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഈ വാദങ്ങൾ തള്ളിയാണ് കോടതി ഉത്തരവ്. മുതിർന്ന കോൺഗ്രസ് നേതാവ് വയലാർ രവി, CPM-ൽ നിന്നുള്ള KK രാഗേഷ്, മുസ്ലിം ലീഗിലെ PV അബ്ദുൽ വഹാബ് എന്നിവരുടെ കാലാവധി ഏപ്രിൽ 21-നാണ് അവസാനിക്കുന്നത്. നിലവിലെ അംഗസംഖ്യയിൽ ഇടതുപക്ഷത്തിന് 2ഉം UDF-ന് 1ഉം അംഗങ്ങളെ വിജയിപ്പിക്കാം. എത്രയും പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി A. വിജയരാഘവൻ പ്രതികരിച്ചു. ഭരണഘടനാ സ്ഥാപനങ്ങൾ ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതുപോലെയുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾ ഇതിന്റെ മേലെ സമ്മർദ്ദം ചെലുത്താനാണ് BJP അധികാരത്തിൽ വന്നതിന് ശേഷം സ്വാഭാവികമായി ശ്രമിച്ചിട്ടുണ്ട്. ഹൈക്കോടതി വിധി വന്നോടുകൂടി തെരഞ്ഞെടുപ്പ് ഉടനെ നടത്തുക എന്ന സാഹചര്യം വന്നിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് CPM-ന് സൂചിപ്പിക്കുന്നത്. ന്യൂസ് 18 കൊച്ചി. കോവാക്സിൻ, കോവിഷീൽഡ് എന്നിവയ്ക്ക് പുറമെ കോവിഡ് പ്രതിരോധ വാക്സിനായ സ്പുട്നിക് 5 കൂടി രാജ്യത്ത് അംഗീകാരമായി. വിദഗ്ധ സമിതിയാണ് റഷ്യൻ നിർമ്മിത പ്രതിരോധ മരുന്ന് അടിയന്തരമായ ഉപയോഗത്തിന് ശുപാർശ ചെയ്തത്. ഡ്രഗ്സ് കൺട്രോൾ ജനറൽ ഓഫ് ഇന്ത്യയുടെ അനുമതി ലഭിച്ചാൽ വിതരണം ആരംഭിക്കും. വാക്സിൻ ക്ഷാമം പരിഹരിക്കുന്നതിനായാണ് കേന്ദ്ര സർക്കാരിന്റെ അടിയന്തര നടപടി. റഷ്യൻ നിർമ്മിത വാക്സിനായ സ്പുട്നിക് ഹൈദരാബാദിലെ റെഡ്ഡീസ് ലബോറട്ടറിയുമായുള്ള സഹകരണത്തിലാണ് ഇന്ത്യയിൽ നിർമ്മിക്കുന്നത്. പ്രതിമാസം 850 മില്യൺ ഡോസ് ഉൽപ്പാദിപ്പിക്കാനാണ് നിർമ്മാതാക്കളുടെ അവകാശവാദം. സ്പുട്നിക് വാക്സിന് പുറമെ ജോൺസൺ ആൻഡ് ജോൺസൺ, സൈഡസ് കാലിഡസ്, നോവാവാക്സിൻ, ഇൻട്രനേസൽ വാക്സിൻ എന്നിവയുടെ നിർമ്മാതാക്കളും അനുമതി തേടിയിട്ടുണ്ട്. സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം കൂടുന്നുവെന്നും പ്രാദേശിക തലത്തിൽ ലോക്ഡൌൺ ഏർപ്പെടുത്തേണ്ടി വരുമെന്നും ആരോഗ്യമന്ത്രി KK ശൈലജ. പഞ്ചായത്ത് തല പ്രതിരോധം ശക്തമാക്കാനും ക്വാറന്റീൻ ഉറപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ വാക്സിൻ ക്ഷാമം കൂടുതൽ വാക്സിൻ സ്റ്റോക്കുള്ള ജില്ലകളിൽ നിന്ന് ക്ഷാമം നേരിടുന്ന ജില്ലകളിൽ വാക്സിൻ എത്തിക്കാനും തീരുമാനമായി. ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം തുടരുകയാണ്. വാക്സിൻ ക്ഷാമം നേരിടുന്ന തിരുവനന്തപുരത്ത്, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ നിന്നായി 60,000 ഡോസ് വാക്സിൻ ഇന്നെത്തിക്കും. വാക്സിൻ ക്ഷാമം നേരിടുന്ന ജില്ലകളിൽ കരുതൽ ശേഖരമുള്ളിടത്തു നിന്ന് വാക്സിൻ എത്തിക്കാനാണ് തീരുമാനം. കോവിഡ് കോൺടാക്ട് ട്രേസിംഗ്, ക്വാറന്റൈൻ എന്നിവ ശക്തമാക്കാനും റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെ യോഗത്തിൽ തീരുമാനിച്ചു. നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റുമാരെ അടക്കം ഡിസ്ട്രിക്ട് കളക്ടർ ഒരു യോഗം നേരത്തെ വിളിച്ചു ചേർത്തിരുന്നു. അപ്പോൾ ഓരോ പഞ്ചായത്തും ഈ കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് വാർഡ് തലത്തിൽ തന്നെ അവിടെ 2 കാര്യങ്ങൾ പരിശോധിക്കണം. ഒന്ന്, ആ വാർഡിൽ കോവിഡ് പോസിറ്റീവ് ആകുന്നുണ്ടോ ആരെങ്കിലും, അല്ലെങ്കിൽ ഏതെങ്കിലും രോഗലക്ഷണങ്ങളുണ്ടോ, അത് അവിടുത്തെ മെഡിക്കൽ ഓഫീസർമാർ മുൻകൈ എടുത്തുകൊണ്ട് നമ്മുടെ ഫീൽഡ് വർക്കിലൂടെ നമ്മുടെ JPHമാർ, JHIമാർ, ആശാ വർക്കർമാർ, അതിൻ്റെ കൂടെ വോളണ്ടിയർമാരായി കുടുംബശ്രീയുടെ പ്രവർത്തകരും അംഗൻവാടി പ്രവർത്തകരും എല്ലാം ചേർന്നുകൊണ്ടുള്ള ഒരു ടീമുണ്ട്. കോവിഡ് പരിശോധനയും വിപുലമാക്കും. കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമോ എന്ന് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല യോഗം തീരുമാനിക്കും. പല ജില്ലകളിലും കോവിഡ് വാക്സിൻ ക്ഷാമം പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. വാക്സിൻ വലിയ തോതിൽ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് വന്നില്ലെങ്കിൽ നമുക്ക് ഈ വാക്സിനേഷൻ ഈ ക്യാമ്പയിൻ നടത്തിയിട്ട് കൊടുക്കാനുള്ള നമ്മുടെ തീരുമാനം അതൊരു വിജയത്തിലെത്തിക്കാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ട് അടിയന്തരമായി സെൻട്രൽ ഗവൺമെന്റ് വാക്സിൻ തരണം എന്നുള്ളത് ലെറ്റർ ആരോഗ്യവകുപ്പ് അയച്ചു. അതുപോലെ തന്നെ ചീഫ് സെക്രട്ടറി മുഖേന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 44,000-ന് മുകളിലാണ് സംസ്ഥാനത്ത് ചികിത്സയിലുള്ള കോവിഡ് രോഗികളുടെ എണ്ണം. കോവിഡ് രോഗികളുടെ എണ്ണവും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കും കോഴിക്കോട് ജില്ലയിൽ കുത്തനെ ഉയരുകയാണ്. ഇന്നലെ മാത്രം 1271 പേർക്ക് കോവിഡ് പോസിറ്റീവായപ്പോൾ 16.2% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. ജില്ലയിലെ ബീച്ച് ഉൾപ്പെടെയുള്ള ടൂറിസം കേന്ദ്രങ്ങളിൽ പ്രവേശനം 5 മണിവരെ മാത്രമായി നിജപ്പെടുത്തി. CFLTCകൾ പുനരാരംഭിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകി. ന്യൂസ് 18 തിരുവനന്തപുരം. കുത്തനെ ഉയർന്ന രാജ്യത്തെ പ്രതിദിന കോവിഡ് നിരക്ക് 1,68,000 പേർക്ക് കൂടി പുതുതായി രോഗം സ്ഥിരീകരിച്ചു.
904 പേർ മരിച്ചു. കോവിഡ് വ്യാപനം സുപ്രീം കോടതിയുടെ പ്രവർത്തനത്തെയും ബാധിച്ചു. 50% ജീവനക്കാർക്ക് രോഗം സ്ഥിരീകരിച്ചതോടെ സിറ്റിംഗ് ജഡ്ജിമാരുടെ വീടുകളിലേക്ക് മാറ്റി. രാജ്യത്ത് തുടർച്ചയായ 7ാം ദിവസമാണ് കോവിഡ് കേസുകളുടെ എണ്ണത്തിൽ വലിയ വർധന രേഖപ്പെടുത്തുന്നത്. ഇന്നലെ 1,62,912 പുതിയ കേസുകൾ സ്ഥിരീകരിച്ചു. 904 പേർ മരിച്ചു. മരണസംഖ്യ 1,70,179 ഉയർന്നു. 12,01,009 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. അതേസമയം രോഗം ഭേദമാകുന്നവരുടെ എണ്ണം കുറയുന്നതും ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇന്നലെ 75,086 പേർ രോഗമുക്തരായി. രോഗവ്യാപനം ഏറ്റവും രൂക്ഷമായ മഹാരാഷ്ട്രയിൽ 24 മണിക്കൂറിനിടെ 63,294 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഉത്തർപ്രദേശ്, ഡൽഹി, ഛത്തീസ്ഗഡ്, കർണാടക സംസ്ഥാനങ്ങളിലും രോഗികളുടെ പ്രതിദിന എണ്ണം 10,000-ന് മുകളിലാണ്. കേരളം, തമിഴ്നാട്, മധ്യപ്രദേശ്, ഗുജറാത്ത്, പഞ്ചാബ് എന്നിവിടങ്ങളിലും രോഗികളുടെ എണ്ണം ഉയരുകയാണ്. മഹാരാഷ്ട്ര, ഡൽഹി സംസ്ഥാനങ്ങൾ അടച്ചിടൽ ആലോചനകൾ തുടരുകയാണ്. ഡൽഹിയിൽ മെട്രോ സ്റ്റേഷനുകളിൽ തിരക്ക് അനുസരിച്ച് നിയന്ത്രണം ഏർപ്പെടുത്തി തുടങ്ങി. സുപ്രീം കോടതിയിലും കോവിഡ് സാഹചര്യം സങ്കീർണമായി. 50%-ലധികം ജീവനക്കാർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതോടെ സിറ്റിംഗ് ജഡ്ജിമാരുടെ വീടുകളിലേക്ക് മാറ്റി. മെഗാ വാക്സിനേഷൻ ക്യാമ്പയിന്റെ ഭാഗമായി പ്രതിദിനം വാക്സിൻ സ്വീകരിച്ചവരുടെ എണ്ണം 40 ലക്ഷമായി. 10,45,22,565 പേരാണ് ഇതുവരെ വാക്സിൻ സ്വീകരിച്ചത്. കോവിഡ് കണക്കിൽ ബ്രസീലിനെ മറികടന്ന് ഇന്ത്യ അമേരിക്കയ്ക്ക് തൊട്ടുപിന്നിൽ 2ാം സ്ഥാനത്തെത്തി. പ്രതിദിന രോഗികളുടെ എണ്ണം 1,60,000 കടന്നതോടെ സമ്പൂർണ്ണ അടച്ചിടൽ പോലെയുള്ള കർശന നിയന്ത്രണങ്ങളെക്കുറിച്ചാണ് സംസ്ഥാനങ്ങൾ ആലോചിക്കുന്നത്. ക്യാമറാമാൻ കാർത്തിക്കിനൊപ്പം KP അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി. കോവിഡ് വ്യാപനത്തെ തുടർന്ന് സംസ്ഥാനത്ത് പൊതുപരിപാടികൾക്ക് നിയന്ത്രണം. പൊതുപരിപാടികളിൽ 200-ൽ കൂടുതൽ ആളുകൾ പാടില്ല. ഹോട്ടലുകൾ ഉൾപ്പെടെ എല്ലാ കടകളും രാത്രി 9 മണി വരെ മാത്രമേ പ്രവർത്തിപ്പിക്കാനാകൂ. RT-PCR പരിശോധന വ്യാപിപ്പിക്കാനും തീരുമാനമായി. ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. ഉമേഷ്, ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല യോഗത്തിൽ എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ നിയന്ത്രണങ്ങളാണ് കൂടുതലായി സംസ്ഥാനത്ത് വരാൻ പോകുന്നത്? അല്പം മുൻപാണ് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല യോഗം അവസാനിച്ചത്. ഇതിൽ ഏറ്റവും നിർണായകമായി പറയുന്നത് പൊതുപരിപാടികൾക്ക് സംസ്ഥാനത്ത് നിയന്ത്രണം വരുന്നു എന്നുള്ളതാണ്. പൊതുപരിപാടികൾ, അത് ഏത് പൊതുപരിപാടിയാകട്ടെ, അത് ഉത്സവമാകട്ടെ മറ്റ് പൊതുപരിപാടികളാകട്ടെ, അതിനെ പങ്കെടുക്കാവുന്ന പരമാവധി ആളുകളുടെ എണ്ണം 200 അത് പുറത്ത്, അതായത് ഔട്ട്ഡോറിൽ വെച്ച് നടത്തുന്ന പരിപാടികളാണെങ്കിൽ മാത്രമാണ് 200. ഒരു ഹാളിൽ വെച്ച് നടത്തുന്ന, അല്ലെങ്കിൽ അടച്ചിട്ട മുറിയിൽ വെച്ച് അത്തരത്തിൽ ഹാളുകളിൽ വെച്ചാണ് പരിപാടികൾ നടത്തുന്നതെങ്കിൽ അതിൽ 100 പേരിൽ കൂടുതൽ പങ്കെടുക്കാൻ പാടില്ല. ഇത് പൊതുപരിപാടികൾക്കും മറ്റ് ചടങ്ങുകൾക്കും, വിവാഹമടക്കമുള്ള ചടങ്ങുകൾക്കും ഇത് ബാധകമായി വരും. ഇത്തരത്തിൽ സംസ്ഥാനത്ത് കോവിഡുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ കടുപ്പിക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം. ഇത് എല്ലാ ജില്ലാ കളക്ടർമാരും ഈ യോഗത്തിൽ പങ്കെടുത്തു. ജില്ലാ കളക്ടർമാരോട് ഈ നിർദ്ദേശം നടപ്പാക്കാനും പറഞ്ഞിട്ടുണ്ട്. കൂടാതെ ഹോട്ടലുകൾ അടക്കമുള്ള സംസ്ഥാനത്തെ എല്ലാ കടകളും രാത്രി 9 മണിക്ക് ശേഷം പ്രവർത്തിക്കാൻ പാടില്ല. അത്തരത്തിൽ 9 മണിക്ക് എല്ലാ ഹോട്ടലുകളും മറ്റ് കടകളുമെല്ലാം അടച്ചിരിക്കണം. ഹോട്ടലുകളിൽ പരമാവധി പാഴ്സലുകൾ നൽകണം, പാഴ്സലുകൾ പ്രോത്സാഹിപ്പിക്കണം, പാഴ്സലുകൾ നൽകാൻ ഹോട്ടലുകളെ നിർദ്ദേശിക്കണം. കൂടാതെ സംസ്ഥാനത്ത് കോവിഡ് പരിശോധന വർദ്ധിപ്പിക്കണം, കൂടുതലായി RT-PCR പരിശോധന നടത്തണമെന്നും ഇന്നത്തെ യോഗത്തിൽ നിർദ്ദേശമുയർന്നു. ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ അത് നാളെ മുതൽ ഉണ്ടാകും. സ്വാഭാവികമായി ജില്ലാ കളക്ടർമാർ ഇതുമായി ബന്ധപ്പെട്ട ഓരോ പ്രാദേശികമായ ഉത്തരവുകൾ ഇറക്കും. കൂടാതെ നിയന്ത്രണങ്ങൾ വേണ്ട പ്രദേശങ്ങൾ, പ്രത്യേകിച്ച് നമ്മൾ കോവിഡിന്റെ ആദ്യഘട്ടത്തിൽ കണ്ടെയ്ൻമെന്റ് സോണുകൾ പ്രഖ്യാപിച്ച് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ഇത്തവണയും അത്തരത്തിൽ കണ്ടെയ്ൻമെന്റ് സോണുകളോ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രദേശത്ത് വലിയ രീതിയിൽ കോവിഡ് വ്യാപിക്കുകയോ ചെയ്യുന്നതായി കണ്ടാൽ അത് ജില്ലാ ഭരണകൂടത്തിന് ഇടപെടുകയും അതൊരു കണ്ടെയ്ൻമെന്റ് സോണാക്കി നിശ്ചയിച്ച് ആ പ്രദേശങ്ങൾ പ്രാദേശികമായ അടച്ചിടൽ തുടർ നടപടികളിലേക്ക് വേണമെങ്കിൽ പോകാം. അത്തരമൊരു നിർദ്ദേശം അല്ലെങ്കിൽ അത്തരമൊരു തീരുമാനം ജില്ലാ ഭരണകൂടത്തിന് എടുക്കാം. അതിന് അനുവാദവും നൽകിയിട്ടുണ്ട്. എന്തായാലും സംസ്ഥാനത്ത് നിയന്ത്രണങ്ങൾ വരുന്നു. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടാകും. എന്തായാലും കോവിഡ് കേസുകൾ ഉയരുന്നതിനനുസരിച്ച് സംസ്ഥാനത്ത് നിയന്ത്രണങ്ങൾ വരുന്നു. ആ നിയന്ത്രണങ്ങൾ നാളെ മുതൽ നടപ്പായി തുടങ്ങും. ഈ കടകളുടെ കാര്യങ്ങളിൽ എങ്ങനെയാണ്? എല്ലാ കടകളും 9 മണിക്ക് ശേഷം പ്രവർത്തിപ്പിക്കാൻ പാടില്ല എന്നുള്ള തീരുമാനം കൂടി എടുത്തിട്ടുണ്ടല്ലോ. അതെങ്ങനെയായിരിക്കും പ്രാവർത്തികമാക്കുക?
തീർച്ചയായും. അതായത് പ്രധാനമായി ഇപ്പോൾ ഹോട്ടലുകളാണ് 9 മണിക്ക് ശേഷം സാധാരണഗതിയിൽ പ്രവർത്തിക്കാറ്. എന്തായാലും ഹോട്ടലുകൾ അടക്കമുള്ള എല്ലാ കടകളും 9 മണി വരെ മാത്രമേ പ്രവർത്തിക്കാവൂ. 9 മണിക്ക് ശേഷം പ്രവർത്തിക്കാൻ പാടില്ല. ആ നിർദ്ദേശം അത് ജില്ലാ ഭരണകൂടം എല്ലാ കടകളിലും അറിയിക്കും. സ്വാഭാവികമായി പോലീസ് വഴിയോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കോവിഡ് സെക്ടറൽ മജിസ്ട്രേറ്റുമാരായി നിയമിച്ചിട്ടുണ്ട്. നിരവധി പേർ സെക്ടറൽ മജിസ്ട്രേറ്റുമാരായി ഉദ്യോഗസ്ഥരായുണ്ട്. ഒരു വഴിയോ നാളെ മുതൽ കടകളെ അറിയിച്ചു തുടങ്ങും. 9 മണിക്ക് ശേഷം കടകൾ തുറക്കാൻ പാടില്ല. അത് ഹോട്ടലാണെങ്കിലും മറ്റ് കടകളാണെങ്കിലും 9 മണി വരെ മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ. മറ്റൊരു നിർദ്ദേശം, ഹോട്ടലുകളിൽ ഹോട്ടലിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സാഹചര്യം അത് കുറയ്ക്കണം. അത് പൂർണ്ണമായി നിർത്തുക എന്നുള്ളതല്ല, അത് പ്രോത്സാഹിപ്പിക്കരുത്. കൂടുതലായി പാഴ്സലുകൾ, അതായത് പാഴ്സൽ നൽകുന്നത്, ഭക്ഷണ സാധനങ്ങൾ പാഴ്സലായി നൽകുന്നത് പ്രോത്സാഹിപ്പിക്കണം. അത് കട ഉടമകൾക്ക് നിർദ്ദേശമായാണ് നൽകുന്നത്. അല്ലാതെ ഹോട്ടലിൽ ഇരുന്ന് ആഹാരം കഴിക്കുന്നതിന് നിരോധനമില്ല, പക്ഷേ പാഴ്സലുകൾ പ്രോത്സാഹിപ്പിക്കണം എന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ യോഗത്തിൽ പ്രധാനമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. ഉമേഷ്, ഈ പൊതുപരിപാടികൾക്കുള്ള നിയന്ത്രണങ്ങൾ എത്തരത്തിലാണ്? പ്രധാനമായി നമുക്ക് അറിയാം, ഉത്സവങ്ങൾ വരുന്ന സമയമാണ്. ഉത്സവങ്ങളുണ്ട്, മറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി മറ്റ് പരിപാടികൾ, അതായത് മറ്റ് ആഘോഷ പരിപാടികൾ മാറ്റിയിട്ടുണ്ട്. മറ്റ് രാഷ്ട്രീയ പരിപാടികളില്ല. പക്ഷേ ഉത്സവങ്ങൾ വരുന്നുണ്ട്, വിവാഹമടക്കമുള്ള ചടങ്ങുകളുണ്ട്. ഈ ചടങ്ങുകളെല്ലാം മുൻകൂട്ടി കണ്ടാണ് ഇത്തരമൊരു നിർദ്ദേശം ഇന്നത്തെ ഉന്നതതല യോഗത്തിൽ വന്നത്. ഇത്തരത്തിൽ ഉത്സവമടക്കമുള്ള ഈ തുറന്ന പ്രദേശത്തുള്ള പരിപാടികൾ അതിൽ പരമാവധി 200 പേരിൽ കൂടാൻ പാടില്ല. സ്വാഭാവികമായി നമ്മുടെ മുന്നിലുള്ളത് ഇനി തൃശ്ശൂർ പൂരം അടക്കമുള്ളവയെ അതെങ്ങനെ ബാധിക്കുമെന്നുള്ളതാണ്. അത് സ്വാഭാവികമായി അതിലൊക്കെ ഇനി ഒരു വ്യക്തത ജില്ലാ ഭരണകൂടം വരുത്തേണ്ടതുണ്ട്. തൃശ്ശൂരിൽ അതുമായി ബന്ധപ്പെട്ട ജില്ലാ ഭരണകൂടം സ്വാഭാവികമായി ചർച്ച നടത്തുകയും അതുമായി ബന്ധപ്പെട്ട വ്യക്തത വരുത്തുകയും ചെയ്യുമെന്ന് കരുതാം. എന്തായാലും യോഗ തീരുമാനം ഇതാണ്. പൊതുപരിപാടികൾ അത് പുറത്ത് നടത്തുന്ന പൊതുപരിപാടികളാണെങ്കിൽ അത് ഒരു ഇത്തരത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടികളാകാം, അല്ലെങ്കിൽ ഉത്സവങ്ങളാകാം, ഇവയ്ക്കെല്ലാം 200 പേർ മാത്രമേ പങ്കെടുക്കാവൂ. പരമാവധി 200 പേരെന്നാണ്. പരമാവധി 200 പേർ. ഇത്തരത്തിൽ അടച്ചിട്ട മുറികളിൽ, ഹാളുകളിൽ തുടങ്ങിയ സ്ഥലങ്ങളിൽ നടക്കുന്ന പരിപാടികളിൽ പരമാവധി 100 പേർ മാത്രമേ പങ്കെടുപ്പിക്കാവൂ. ഇതാണ് ഈ നിർദ്ദേശം. സ്വാഭാവികമായി മറ്റു കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത, അതായത് ഉത്സവങ്ങളിൽ ഈ തൃശ്ശൂർ പൂരമടക്കം വൈകാരിക വിഷയങ്ങളാണ്. സ്വാഭാവികമായി അതിൽ കൂടുതൽ ചർച്ചകൾ തൃശ്ശൂർ പൂരത്തെ ബാധിക്കില്ല എന്നുള്ള ഉറപ്പുകളെല്ലാം ജില്ലാ ഭരണകൂടം അടക്കം നൽകുന്നുണ്ടെങ്കിലും സ്വാഭാവികമായി അത്തരം കാര്യങ്ങളിൽ ഇനിയും ചർച്ചകൾ നടക്കേണ്ട, ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട കൃത്യമായ ഉത്തരവായി തന്നെ പുറത്തിറങ്ങുമെന്ന് കരുതാം. എന്തായാലും നിലവിൽ ഇന്നത്തെ യോഗത്തിൽ എടുത്തിരിക്കുന്ന തീരുമാനം ഇതാണ്. ഇത്തരത്തിൽ പൊതുപരിപാടികൾ, പുറത്ത് നടക്കുന്ന പൊതുപരിപാടികൾ, തുറസായ സ്ഥലങ്ങളിൽ നടക്കുന്ന പൊതുപരിപാടികൾ അത് 200 പേരിൽ കൂടാൻ പാടില്ല. അടച്ചിട്ട മുറികളിൽ നടക്കുന്ന പരിപാടികൾ അല്ലെങ്കിൽ അടച്ചിട്ട ഹാളുകളിൽ നടക്കുന്ന പരിപാടികൾ, ചടങ്ങുകൾ എന്നിവ അത് 100 പേരിൽ കൂടാനും പാടില്ല. ഇതാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം. ശരി ഉമേഷ്, ഞാൻ തിരിച്ചു വരാം. ഡോക്ടർ മുഹമ്മദ് അഷീൽ കൂടി ചേരുന്നുണ്ട്. ഡോക്ടർ അഷീൽ, വലിയ നിയന്ത്രണങ്ങളിലേക്ക് നമ്മൾ കടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട, നിയന്ത്രിക്കേണ്ട കാര്യങ്ങൾ? നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഇപ്പം പ്രത്യേകിച്ച് മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനങ്ങളും ലോക്ക്ഡൌണിനെ കുറിച്ച് ചിന്തിക്കുന്നിടത്ത് വരെ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അവിടെ നമ്മൾ ഇനി ചെയ്യാനുള്ളത്, അപ്പൊ രണ്ടാമത്തെ വേവിലേക്ക് പ്രവേശിച്ചിരുന്ന നാടുകളിലെല്ലാം, അതായത് ഇന്ത്യയിലെ ഒരുവിധ എല്ലാ സംസ്ഥാനങ്ങളും രണ്ടാമത്തെ വേവിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. കേരളവും പ്രവേശിച്ചിരിക്കുകയാണ്. അപ്പൊ ഈ ഘട്ടത്തിൽ നമ്മൾ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ, അതായത് ഈ ആഴ്ചയോടുകൂടിയാണ് നമുക്ക് രണ്ടാമത്തെ വേവിലേക്ക് പ്രവേശിച്ചത്, ഇനി ഈ കഴിഞ്ഞ ആഴ്ചയോടുകൂടി. അപ്പം ഈ ഘട്ടത്തിൽ നമ്മൾ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് പിന്നീട് ഉണ്ടാവും, അല്ലെങ്കിൽ അതിന് വലിയ റെസ്ട്രിക്ഷൻസിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നിയന്ത്രണങ്ങൾ ഇപ്പോൾ കൊണ്ടുവരുന്നുള്ളത്. അപ്പൊ ഇതിൽ ആളുകൾ എല്ലാവരും പരമാവധി സഹകരിക്കണം. കാരണം ആളുകൾക്ക് ഉണ്ടാവുന്ന ഒരു ഇംപ്രഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ഷന്റെ സമയത്ത് ഇതൊന്നും ഉണ്ടായിരുന്നില്ല, പിന്നെന്താ ഇപ്പോൾ ഇങ്ങനെ വരുന്നെന്നുള്ള. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇലക്ഷന്റെ സമയത്ത് കേരളത്തിലെ COVID-19 കേസുകളുടെ തോത് കുറവായിരുന്നു എന്നുള്ള. അതുകൊണ്ട് തന്നെ അത്ര നിയന്ത്രണങ്ങൾക്ക് കൂടെ ആവശ്യമുണ്ടായിരുന്ന ഏറ്റവും എല്ലാവരും നിയന്ത്രണം പാലിക്കണമെന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് പറയാനുള്ളത്. എന്നാൽ അന്ന് ചെയ്തില്ല, അതുകൊണ്ട് ഇനി ചെയ്യില്ല എന്ന രീതിയിലേക്ക് ആളുകൾ പോയി കഴിഞ്ഞാൽ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാവുകയും ഇപ്പൊ മഹാരാഷ്ട്രയിലും കർണാടകയിലും UP-യിലും ഗുജറാത്തിലും അവിടെ നിന്ന് ഇലക്ഷൻസ് ഉണ്ടായതിനു കൊണ്ടല്ല, അല്ലാതെ കേസ് കൂടിയിരിക്കുന്നത്. അതുകൊണ്ട് ഒരു തെറ്റായ പ്രചരണം നടക്കുന്നത് അന്നില്ലാത്ത റെസ്ട്രിക്ഷൻസ് ഇനി ഇലക്ഷൻ സമയത്ത് ഇല്ലാത്ത റെസ്ട്രിക്ഷൻസ് എന്തുകൊണ്ട് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ഇപ്പോഴാണ് ഇലക്ഷൻ, വളരെ കൃത്യമായി പറഞ്ഞാൽ ഇപ്പോഴാണ് കേരളത്തിൽ ഇലക്ഷൻ നടക്കുന്ന സാഹചര്യം വരികയാണെങ്കിൽ ഇലക്ഷൻ മാറ്റിവെക്കുക എന്നുള്ളതാണ് ഓപ്ഷൻ ഉള്ളത് എന്നുള്ളതാണ് വസ്തുത. കാരണം രണ്ടാമത്തെ വേവിലേക്ക് നമ്മൾ പ്രവേശിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇനി ആളുകൾ സഹകരിച്ച് മതിയാവുക, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള റെസ്ട്രിക്ഷൻസിലേക്ക് ഭാവിയിലേക്ക് പോകേണ്ട സാഹചര്യമാവും. എപ്പോഴാണ് നമ്മൾ
നമ്മൾ ലോക്ക്ഡൌണുകൾ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങളുടെ കപ്പാസിറ്റിക്ക് ഉപരിയായിട്ട് കേസുകൾ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മഹാരാഷ്ട്രയിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 60,000 കേസുകളുടെ മുകളിൽ ഒരു ദിവസം വരുന്നൊരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൽ അവർക്ക് ലോക്ക്ഡൌണിലേക്ക് പോകല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ലാതെ മാറുകയാണ്. ഡൽഹിയിലും അതുപോലെ വരികയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ ഒരു വശത്ത് നമ്മൾ ഈ കർവ് കൃഷി എന്ന് പറഞ്ഞ ഉദ്ദേശിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വശത്ത് നമ്മൾ വാക്സിനേഷന്റെ വേഗത വർദ്ധിപ്പിക്കണം, മറ്റൊരു വശത്ത് നമ്മൾ രോഗവ്യാപനത്തിന്റെ വേഗത കുറക്കണം. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഈ ഏപ്രിൽ മാസം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സംശയം ഇപ്പം നമുക്ക് വാക്സിന്റെ ക്ഷാമമുണ്ട്, അത് ഇന്ത്യയിൽ ഒട്ടാകെ ഉണ്ടെന്നാണ് അറിയുന്നത്. അപ്പൊ സ്പുട്നിക് കൂടി വരുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഈസി ആവില്ലേ? നമുക്കിപ്പോൾ ക്ഷാമമുള്ള സ്ഥലങ്ങളിലേക്ക് വാക്സിൻ എത്തിക്കാനും കുറച്ചുകൂടി പ്രവർത്തന രീതിയിൽ മാറ്റം വരുത്താനും സാധിക്കില്ലേ? അതുപോലെ തന്നെ ആരോഗ്യവകുപ്പ് ഇനി എടുക്കേണ്ട, നേരത്തെ കഴിഞ്ഞ വർഷം നമ്മൾ എടുത്തിരുന്ന മുൻകരുതലുകളിനേക്കാൾ കൂടുതലായിട്ട് എടുക്കേണ്ട കാര്യങ്ങളുണ്ടോ? അതിനെല്ലാം സജ്ജമായിട്ടുണ്ടോ വകുപ്പ്? നമ്മൾ മനസ്സിലാക്കേണ്ട വെച്ചാൽ കഴിഞ്ഞ കാലങ്ങൾ പോലെ കഴിഞ്ഞ വർഷത്തെ ഇതേ സാഹചര്യം പോലെ അല്ല ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങളോ കാര്യമായിട്ട് വർധനവുണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾക്കിപ്പോൾ ഇതിനെതിരെയുള്ള പൊതുജനാരോഗ്യ ടൂൾ, അതായത് വാക്സിൻസ് ലഭ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് ഈ മാസം, അതായത് വരുന്ന ഒരു മാസം നമുക്ക് വളരെ കൃത്യമായിട്ട് ഒരു രോഗവ്യാപനത്തിന്റെ വേഗത കുറച്ചു നിർത്തിക്കൊണ്ട് വാക്സിനേഷന്റെ വേഗത രോഗവ്യാപനത്തിന്റെ വേഗതയുടെ ഇരട്ടിയിലധികം ആക്കാൻ പറ്റുവാണെങ്കിൽ, അതായത് വേഗത കുറച്ചു നിർത്തിയും വാക്സിനേഷന്റെ വേഗത കൂട്ടാനും സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഈ COVID-19 നിയന്ത്രിക്കാൻ പറ്റും. പക്ഷെ ആളുകളുടെ സഹകരണ രോഗവ്യാപനത്തിന് വേഗത ഇപ്പൊ നമ്മൾ സ്പുട്നിക് വന്നതോടുകൂടി നമുക്ക് അടുത്ത ദിവസം വാക്സിനുകൾ കൂടുതൽ ലഭിക്കുമെന്നല്ല നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. നമ്മൾ ഇനി വാക്സിനേഷന്റെ നമുക്ക് കേരളത്തിൽ ഒരു ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യ സംവിധാനം വളരെ ശക്തമാണെങ്കിൽ വാക്സിനേഷൻ ലഭിക്കുന്ന ഒരു തോത് കുറവാണ്. കാരണം ഇന്ത്യ എല്ലായിടത്തേക്കും വാക്സിൻസ് അങ്ങനെ വാക്സിൻസ് ആവശ്യത്തിൽ ലഭിക്കുകയും ഒരു വശത്ത് ലഭിക്കുകയും മറ്റൊരു വശത്ത് രോഗവ്യാപനത്തിലേക്ക് വേഗത കുറക്കാൻ എല്ലാവരും സഹകരിക്കുകയും ചെയ്താൽ നമുക്ക് ഈ പോരാട്ടം ജയിക്കുക തന്നെ ചെയ്യാം. ഡോക്ടർ, ഈ സമയത്ത് ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചതിന് ഉമേഷിലേക്ക് വീണ്ടും. ഉമേഷ്, നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ വർഷം നമുക്ക് പെട്ടെന്നുണ്ടായ ചില നിർദ്ദേശങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെ കാരണം എത്രത്തോളം ബുദ്ധിമുട്ട് ആളുകൾ അനുഭവിച്ചു എന്നുള്ളത്. ഈ പ്രാവശ്യം പക്ഷേ അങ്ങനെയില്ല. എങ്കിൽ പോലും പെട്ടെന്നൊരു കൺട്രോളിലേക്ക് ഇല്ലെങ്കിൽ നിയന്ത്രണങ്ങളിലേക്ക് കാര്യങ്ങൾ കടക്കുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളുണ്ട്. നാളെ തന്നെ പൂർണ്ണമായും ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന എല്ലാ നിയന്ത്രണങ്ങളും നടപ്പിലാക്കാനുള്ള സാധ്യതയാണോ കാണുന്നത്, ഇല്ലെങ്കിൽ പടിപടിയായി അത് ഓരോന്നും ചെയ്തു വരാനുള്ള തീരുമാനമാണോ എടുത്തിരിക്കുന്നത്? സ്വാഭാവികമായും ജില്ലാ ഭരണകൂടത്തിന്, അതായത് ജില്ലാ കളക്ടർമാർക്കാണ് അത്തരത്തിലുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ദുരന്ത നിവാരണ ചുമതല ഓരോ ജില്ലയിലും ജില്ലാ കളക്ടർമാർക്കാണ്. സ്വാഭാവികമായി ജില്ലാ കളക്ടർ ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് ഇറക്കും. ആ ഉത്തരവ് പ്രാബല്യത്തിൽ വരുന്നതിന് അനുസരിച്ചായിരിക്കും ഇത് നടപ്പാക്കി തുടങ്ങുക, അല്ലെങ്കിൽ ഇത് പ്രാബല്യത്തിൽ വരിക. ഒരുപക്ഷെ നാളെ മുതൽ ഒരുപക്ഷെ നടക്കാൻ ഒരു ദിവസം കൂടി മാറ്റി വെക്കാനുള്ള സാധ്യതയും കൂടിയുണ്ട്. അല്ല, ഈ ഉത്തരവ് ഇറങ്ങുന്നതും ഉത്തരവ് എല്ലാവരിലും എത്തുന്നതിനുള്ള ഒരു സാവകാശം ഉണ്ടാകും. എന്തായാലും നിലവിൽ ഇത്തരമൊരു തീരുമാനം, ഇത്തരത്തിൽ ആളുകളെ നിയന്ത്രിക്കുക, പൊതുപരിപാടിയിലെ ആളുകളെ നിയന്ത്രിക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു നിയന്ത്രണം ഏർപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നു. ഈ തീരുമാനം ഇനി ഉത്തരവായി ഇറങ്ങേണ്ടതുണ്ട്. അതിന്റെ ഒരു കാലതാമസം ഉണ്ടാകും. വിവരങ്ങൾക്ക്. കോവിഡ് വ്യാപനത്തെ തുടർന്ന് സംസ്ഥാനം പൊതുപരിപാടികൾക്ക് നിയന്ത്രണമുണ്ട്. 200-ൽ കൂടുതൽ ആളുകൾ പാടില്ല. ഹോട്ടലുകൾ ഉൾപ്പെടെ എല്ലാ കടകളും 9 മണിക്ക് മുൻപ്, രാത്രി 9-ന് മുൻപ് അടയ്ക്കേണ്ടതുണ്ട്. RT-PCR പരിശോധന വ്യാപിപ്പിക്കാനും ഇന്നത്തെ യോഗത്തിൽ തീരുമാനമായിരിക്കുന്നു. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. 26 സൂക്തങ്ങൾ നീക്കണമെന്ന ഹർജി വിമർശനത്തോടെ സുപ്രീംകോടതി തള്ളി. കഴമ്പില്ലാത്ത ഹർജിയെന്ന് ജസ്റ്റിസ് RF നരിമാൻ അധ്യക്ഷനായ ബെഞ്ച് നിരീക്ഷിച്ചു. ഹർജിക്കാരനായ ഉത്തർപ്രദേശ് ഷിയ വഖഫ് ബോർഡ് മുൻ ചെയർമാൻ സയ്യിദ് വസീം റിസ്വിക്ക് 50,000 രൂപ പിഴയിട്ടു. തുക ലീഗൽ സർവീസ് അതോറിറ്റിയിൽ അടയ്ക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. 26 സൂക്തങ്ങൾ ഭീകരപ്രവർത്തനം പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന് ആരോപിച്ചായിരുന്നു ഹർജി. ബംഗളൂരു സ്ഫോടന കേസിലെ ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് തേടി PDP നേതാവ് അബ്ദുൽ നാസർ മദനി സമർപ്പിച്ച ഹർജി പരിഗണിക്കുന്ന ബെഞ്ചിൽ നിന്ന് ജസ്റ്റിസ് V രാമസുബ്രഹ്മണ്യൻ പിന്മാറി. അഭിഭാഷകനായിരിക്കെ മദനിക്ക് വേണ്ടി ഹാജരായതിനാലാണ് പിന്മാറിയത്. പുതിയ ജഡ്ജിയെ ഉൾപ്പെടുത്തി പുനർനിശ്ചയിക്കുമെന്ന് ബെഞ്ച് ഹർജി പിന്നീട് പരിഗണിക്കും. ബംഗളൂരു നഗരത്തിന് പുറത്തുപോകാൻ പാടില്ലെന്ന ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് വേണമെന്നും കേരളത്തിലെ വീട്ടിലേക്ക് പോകാൻ അനുവദിക്കണമെന്നുമാണ് ഹർജിയിലെ ആവശ്യങ്ങൾ. രാജ്യത്ത് കോവിഡ് 2ാം തരംഗം അതിരൂക്ഷമായി തുടരുകയാണ്. ജാഗ്രത കൈവിടരുത്, മുൻകരുതലുകൾ ഉറപ്പാക്കുക, വാക്സിൻ എടുക്കുക. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും Malayalam.news18.com.